ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണുള്ളത്, അത് എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അരിത്തമാറ്റിക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് അഡീഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണെന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സം എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് 2 വാല്യൂ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ജസ്റ്റ് 3+ ഓപ്പറേറ്റർ ആണ് നമുക്ക് അരിത്തമാറ്റിക് അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. അതായത് അഡീഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് ഓപ്പറേറ്റർ ആയിരിക്കും. ദെൻ അടുത്ത നമ്പർ ഏതാണോ അതിന്റെ വാല്യൂ കൂടി കൊടുക്കുക. നമുക്ക് ടെർമിനലിൽ ഇത് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിന്റ് സം കൊടുത്തു കഴിഞ്ഞാൽ ടെർമിനലിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ജസ്റ്റ് 12 എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് വന്നു. ഇനി നമുക്ക് 2 വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് എങ്ങനെ അഡീഷൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിലേക്ക് 2 വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുക. സെയിം വാല്യൂ സ്റ്റോർ ചെയ്യാണ്. ഇതിലേക്ക് 9 സ്റ്റോർ ചെയ്തിരിക്കുക. സം പ്രിന്റ് ചെയ്യും. ആദ്യം സം കാൽക്കുലേറ്റ് ചെയ്യണം. സം ഈക്വൽ ടു a+b. ദെൻ നമുക്ക് സം പ്രിന്റ് ചെയ്യിക്കാം. സെയിം വാല്യൂ തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് ആ സം സെയിം 12 ആയിട്ട് തന്നെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഒരു ഫോർമാറ്റ് ചെയ്തിട്ടൊരു സം എങ്ങനെ പ്രിന്റ് ചെയ്യിക്കാം, ഒരു സ്ട്രിംഗ് ഫോർമാറ്റിൽ എങ്ങനെ നമുക്ക് സം പ്രിന്റ് ചെയ്യിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം കോഡ് കോപ്പി ചെയ്യണം. താഴോട്ട് പേസ്റ്റ് ചെയ്യുക. അൺകമന്റ് ചെയ്യുക. അൺകമന്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ/ തന്നെ കൊടുത്താൽ മതി. അൺകമന്റ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് ഇവിടെ അതായത് സം ഓഫ് ഇങ്ങനെ പ്രിന്റ് ചെയ്യിക്കാം. സം ഓഫ് എന്റെ വാല്യൂ അതാണല്ലോ സം ഓഫ് എന്റെ വാല്യൂ എന്താണോ അത് കൊടുക്കുക. അതിനുവേണ്ടി നമുക്കൊരു കോമ ഇട്ട് കൊടുക്കണം ഇവിടെ. അതായത് നമുക്കൊരു സ്ട്രിങ് കൊടുത്തു, അത് കഴിഞ്ഞ് ഒരു ഇൻറ്റീജർ വാല്യൂ കൊടുക്കണം. ഇൻറ്റീജർ വാല്യൂ ഒന്നല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻറ്റീജർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോമ ഇട്ടിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. കോമ ഇട്ട് കൊടുത്ത് ഒരു കോമയും കൂടി ഇട്ട് കൊടുത്ത് അടുത്തത് ഞാൻ സ്ട്രിങ് കൂടി വീണ്ടും ആഡ് ചെയ്യാണ്. കോമ എന്ന് പറയുന്ന ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട്, അതായത് സം ഓഫ് a, b അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബി അഗൈൻ ഞാനൊരു കോമ ഇട്ടിട്ട് ഈസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് സം എത്രയാണോ അത് പ്രിന്റ് ചെയ്യിക്കുക. അതായത് സം ഓഫ് എന്റെ വാല്യൂ പ്ലസ് സം ഓഫ് എന്റെ വാല്യൂ കോമ ബിന്റെ വാല്യൂ ഈസ് എത്രയാണോ സം കാൽക്കുലേറ്റ് ചെയ്തത് ആ ഒരു ഫോർമാറ്റിൽ സ്ട്രിങ് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് സം ഓഫ് 3,9 ഈസ് 12 ആ ഒരു ഫോർമാറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ഇനി നമുക്ക് a+b അതായത് എന്റെ വാല്യൂ പ്ലസ് ബിന്റെ വാല്യൂ ഈക്വൽ ടു സമ്മിന്റെ വാല്യൂ അങ്ങനെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സെയിം കോഡ് യൂസ് ചെയ്ത് എന്റെ വാല്യൂ കോമ പ്ലസ് സിമ്പിൾ വരണം. പ്ലസ് സിമ്പിൾ വരാൻ വേണ്ടിയിട്ട് ഇതൊരു സ്ട്രിംഗ് ആയിട്ട് കൊടുക്കുക. എൻ്റെ ഉള്ളിൽ പ്ലസ് കോമ ഇടുക. ബിന്റെ വാല്യൂ കോമ ഇടുക. അഗൈൻ നമുക്ക് ഈക്വൽ ടു സിമ്പിൾ വേണം. അതൊരു കോട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അഗൈൻ കോമ ഇടുക. 3 + 9 = 12 എന്ന് പറഞ്ഞ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി നമുക്ക് ഈ വേരിയബിളിന്റെ വാല്യൂ ഉണ്ടല്ലോ, വേരിയബിളിന്റെ വാല്യൂ നമുക്ക് ഒരു പ്രോഗ്രാമിൽ കൊടുക്കുന്നതിന് പകരം നമുക്ക് യൂസറിന് കൊടുക്കാൻ പറ്റുമോ, അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. സെയിം കോഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കതെങ്ങനെ കൊടുക്കാൻ പറ്റും നോക്കാം.
അപ്പോൾ ഇവിടെ നമ്മൾ അതായത് ഈ 3+9 ഇവിടെ പ്രോഗ്രാമർ അല്ല വേണ്ടത്, നമുക്ക് യൂസറിൻ്റെ നിന്ന് എടുത്തിട്ട് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ യൂസറിൻ്റെ ഒരു ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്ന മെത്തേഡാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് നമ്പർ ആണ് നമുക്ക് യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് ചെയ്ത് വാങ്ങിക്കേണ്ടത്. അത് യൂസറിന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ട്രിങ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തു. ദെൻ അടുത്തത് സെക്കൻഡ് നമ്പർ ആണ്. സെക്കൻഡ് നമ്പർ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ നമ്പർ അടിച്ചു കൊടുക്കാൻ അവിടെ ഒരു വിൻഡോയിൽ ഓപ്ഷൻ വരും. വിൻഡോയിൽ ആദ്യത്തെ നമ്പർ അടിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ അടിച്ച പോലെ 3 അടിച്ചു, 9 കൊടുക്കുക. 3 + 9 = 39 എന്നാണ് കാണിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിൽ എടുക്കുന്ന വാല്യൂ ഒരു സ്ട്രിംഗ് വാല്യൂ ആയിട്ടായിരിക്കും എടുക്കുന്നത്, ഇൻറ്റീജർ വാല്യൂ ആയിട്ടല്ല എടുക്കുന്നത്. സോ ഇവിടുത്തെ പ്ലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്ലസ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. സ്ട്രിങ്ങിന്റെ പ്ലസ് എന്ന് പറയുമ്പോഴത്തേനും ആ സ്ട്രിങ്സ് നമ്മൾ കോൺകാറ്റനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതല്ല നമുക്ക് വേണ്ട ഔട്ട്പുട്ട്. സോ നമുക്ക് ഈ ഇൻപുട്ടിൽ എടുത്തേക്കുന്ന സ്ട്രിങ്ങിനെ നമുക്ക് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ടൈപ്പ് കൺവേർഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് കൺസ്ട്രക്ടർ ഉണ്ട്. ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ ഓഫ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് കൺസ്ട്രക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന സ്ട്രിങ് വാല്യൂവിനെ നമുക്ക് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ നമുക്കിവിടെ ഇൻറ്റീജർ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി അതെങ്ങനെ വർക്ക് ചെയ്യും നോക്കാം. സെയിം വാല്യൂ തന്നെ അടിച്ചു കൊടുക്കുക. ഇവിടെ കൊണ്ടുവന്ന് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിച്ചു കൊടുക്കുക. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടി. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച മാത്തമാറ്റിക്കൽ അഡീഷന്റെ ഒരു ഇത് എന്ന് പറയും, ഔട്ട്പുട്ട് എന്ന് പറയും. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാം. സെയിം കോഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാം. നമുക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഈ മെത്തേഡിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്പർ ഇൻപുട്ട് ചെയ്തു, സെക്കൻഡ് നമ്പർ ഇൻപുട്ട് ചെയ്തു. ഞാനിവിടെ ഒരു കോളം കൂടി കൊടുക്കുകയാണ്, റീഡബിലിറ്റി ഒന്നും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളം കൂടി കൊടുത്തു. ദെൻ സമ്മിന് പകരം നമുക്ക് ഇവിടെ എന്താ സമ്മല്ലല്ലോ വേണ്ടത്, ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഡിഫ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു. നമുക്ക് എന്നിട്ട് സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. സോ പ്ലസ് സിമ്പിൾ അല്ല, നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ മൈനസ് ഓപ്പറേറ്റർ ആണ്. സോ മൈനസ് ഓപ്പറേറ്റർ കൊടുക്കുക. ഇവിടുത്തെ മൈനസ് ആക്കുക, സം മാറ്റുക. സമ്മല്ല നമുക്ക് ഇപ്പൊ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡിഫിലാണ്. റൺ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആദ്യം ഫസ്റ്റ് നമ്പറിൽ അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ 9 എന്ന് പറഞ്ഞു. സോറി, ടെർമിനലിൽ നമുക്ക് 9 എന്നുള്ള വാല്യൂ അടിച്ചു കൊടുക്കാം. 2 എന്ന് പറഞ്ഞ വാല്യൂ അടിച്ചു കൊടുക്കാം. 9 - 2 = 7 എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അങ്ങനെയാണ് മാത്തമാറ്റിക്കൽ സബ്ട്രാക്ഷൻ വരുന്നത്. ദെൻ നമുക്ക് അടുത്തതൊരെണ്ണം കൂടി ചെയ്യാം. സെയിം കോഡ് തന്നെ കോപ്പി ചെയ്യുകയാണ് ഞാൻ, സമയം കളയാതിരിക്കാനായിട്ടാണ്. നിങ്ങൾ വീണ്ടും ചെയ്ത് നോക്കുക. കൂടുതൽ ഓപ്പറേഷൻസ് ഒരേ സമ്മിന്റെ ആണെങ്കിൽ തന്നെ അഡീഷന്റെ ആണെങ്കിൽ ഒരുപാട് ഓപ്പറേഷൻസ് കൂടുതൽ ചെയ്ത് നോക്കുക. അതുപോലെ ഓരോ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കൂടുതൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം സമ്മ് മാറ്റുക, പ്രൊഡക്റ്റ് ആക്കുക. പ്രൊഡക്റ്റ് കൊടുത്തു. ഇവിടെ പ്ലസ് സിമ്പിളിന് പകരം നമുക്ക് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് സ്റ്റാർ അല്ലെങ്കിൽ എസ്ട്രിക് സിമ്പിൾ എന്ന് പറയും. എസ്ട്രിക് സിമ്പിൾ ആണ്
ഈ ഒരു സിമ്പിളാണ് നമ്മളത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എ ഇൻറ്റു ആയതുകൊണ്ട് എ ഇൻറ്റു എന്ന് പറയുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ് സിമ്പിളാണ്. എക്സ് സിമ്പിൾ കൊടുക്കുക നമുക്ക് ഈക്വൽ ടു സമ്മിന് പകരം സമ്മില്ല നമുക്ക് പ്രൊഡക്റ്റ് ആണുള്ളത്. സോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു again നമുക്ക് ഫസ്റ്റ് നമ്പർ അടിച്ചു കൊടുക്കാം 4 2 4 to 2 equal to 8 എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടേ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊന്നാണ് കമൻറ്റ് ചെയ്യാം. റീഡബിലിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു എടുക്കാം. ഓക്കെ, ഡിവിഷനാണ്. ഇപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു നമ്പർ ഡിവൈഡഡ് ബൈ ഇത് കിട്ടുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് നമ്പർ യൂസറിൻ്റെ ഇൻപുട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഡിവിഷൻ ചെയ്യാൻ പോവുകയാണ്. ഡിവിഷൻ ചെയ്യാനായിട്ട് ഡിവിഷൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഞാൻ ജസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഇത് സ്റ്റോർ ചെയ്തെടുത്ത് വെച്ചു. ഒരു വേരിയബിളിലേക്ക് നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു സ്ലാഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എ ഡിവൈഡഡ് ബൈ ബി ചെയ്യുന്നത്. സ്ലാഷ് ബാക്ക്വേർഡ് സ്ലാഷ് ആണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എ ഡിവൈഡഡ് ബൈ ബി ചെയ്യാം. ഇവിടെ നമുക്ക് സെയിം സിമ്പിൾ തന്നെ യൂസ് ചെയ്യുക. എ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു സമ്മിന് പകരം ഇവിടെ നമ്മൾ റിസൾട്ടിലാണ് എ ഡിവൈഡഡ് ബൈ ബിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ റിസൾട്ടിന് ഇവിടെ കൊടുത്ത് നമുക്കിവിടെ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ അടിച്ചെടുക്കാം, 2 എന്ന് പറയുന്ന വാല്യൂ അടിച്ചെടുക്കാം. 10 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 5.0 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. സോ അതാണ് ഡിവിഷന്റെ ഒരു ഇത് വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു അരിത്മെറ്റിക്കൽ ഓപ്പറേറ്റർ കൂടി പഠിക്കാം. അതെന്ന് പറയുന്നത് മോഡുലസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിമൈൻഡർ ഓപ്പറേറ്റർ എന്ന് പറയാം. അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു നമ്പർ ഡിവൈഡഡ് ബൈ ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലസ് അല്ലെങ്കിൽ റിമൈൻഡർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആ പെർസെൻറ്റേജ് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ റിമൈൻഡർ ഒരു വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടുത്തെ ഓപ്പറേറ്റർ മാറ്റി മോഡുലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഇട്ടു. തന്നെ ഇവിടെ കൊടുക്കുവാണ്. റിമൈൻഡർ കൊടുത്തു. ഫസ്റ്റ് നമ്പർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 9 അടിച്ചു കൊടുത്തു. 4 അടിച്ചെടുക്കും. ഓക്കെ, 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടി. ഇത്രയാണ് നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആദ്യം വരുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ എ എന്ന വേരിയബിളിലേക്ക്
5 എന്ന വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇടയിൽ യൂസ് ചെയ്തേക്കുന്ന ഈ ഈക്വൽ ടു ഓപ്പറേറ്ററിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു വാല്യൂ പ്രിന്റ് ചെയ്തു. 5 എന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ ടെർമിനലിൽ കിട്ടി. അതായത് എയിലേക്ക് 5 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് വെച്ചു. അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു സിമ്പിൾ. ഇനി നമുക്ക് മറ്റൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇനി എന്റെ വാല്യൂവിനെ എനിക്ക് ഒരു 1 വെച്ച് ഇൻക്രീസ് ചെയ്യണം. എ ഈക്വൽ ടു എ പ്ലസ് 1 എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എ ഈക്വൽ ടു എ പ്ലസ് 1 ചെയ്യണം. ഓക്കെ, അതിന് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ആലോചിക്കുമ്പോൾ ചെയ്യുക. പക്ഷെ ഇതിന് നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. അതിനൊരു വേറെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതായത് എയിലിരിക്കുന്ന വാല്യൂവിനെ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 6 എന്ന് കിട്ടി. സിമിലർലി നമുക്ക് മൈനസ് ഈക്വൽ ടു ചെയ്യാം. മൈനസ് ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ എയിലിരിക്കുന്ന വാല്യൂവിനെ 1 വെച്ച് ഇപ്പുറത്ത് 1 ആയതുകൊണ്ടാണ് കേട്ടോ 1 വെച്ച് ഡിക്രിമെന്റ് ചെയ്ത് പോയത്. അതായത് എ ഈക്വൽ ടു എ മൈനസ് 1 ആണ് ചെയ്തത്. നമുക്ക് ഈ 1 മാറ്റി 2 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എ ഈക്വൽ ടു എ മൈനസ് 2 ആയിരിക്കും ചെയ്യുന്നത്. സോ നമുക്ക് 3 എന്നുള്ള ഒരു ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. നമുക്കിനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ്റെ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ്റെ നോക്കുമ്പോൾ സ്റ്റാർ, അതായത് എനെ ഇൻറ്റു 2 ചെയ്തിട്ട് ആ ഒരു വാല്യൂ ആയിരിക്കും ഇനി എയിൽ സ്റ്റോർ ആയിരിക്കുക. എ ഈക്വൽ ടു എ സ്റ്റാർ 2 എന്നുള്ളതാണ് നമുക്ക് ആൻസർ. എന് 5, അതായത് എയിലിരിക്കുന്ന വാല്യൂ 5 ആണ്. എനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ റിസൾട്ട് ആണ് എയിൽ സ്റ്റോർ ആയിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് 10 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയത്. ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം. ഡിവിഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേനും 2.5 എന്നുള്ള വാല്യൂ കിട്ടി. തന്നെ നമുക്ക് മോഡുലസും കൂടി ചെയ്യും. സോ ഇത്രയാണ് നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് വരുന്നത്. കൂടുതൽ എക്സസൈസസ് കാര്യങ്ങളൊക്കെ നമുക്ക് PDF ആയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. സോ താങ്ക് യു.